അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുബാദറയിലുള്ള പ്രിയപ്പെട്ടവരെ, തിരുവരുൾ എന്ന പ്രോഗ്രാമിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണിത്. 7ാമത്തെ ഹദീസാണ് തുടക്കത്തിൽ തന്നെ വിശദീകരിക്കുന്നത്. അൻ അബി അയ്യൂബ ഖാലിദ് ബിൻ സയ്യിദിൻ അൽ അൻസാരി റളിയല്ലാഹു അൻഹു അന്ന റജുലൻ ഖാൽ, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അഖ്ബിർനി, എനിക്ക് അങ്ങ് അറിയിച്ചു തരണം, ബി അമലിൻ, ഒരു അമലിനെ സംബന്ധിച്ച്, ഒരു ഇബാദത്തിനെ സംബന്ധിച്ച്, യുദ്ഖിലുനിൽ ജന്നത, എങ്ങനെയുള്ള അമലാണെന്നറിയോ? ആ അമല് എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും, വയുബാഇദുനി മിനന്നാർ, നരകത്തിൽ നിന്ന് എന്നെ അകറ്റുകയും ചെയ്യും. അപ്പോൾ സ്വർഗം കിട്ടാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും കാരണമാകുന്ന ഒരു അമലിനെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞു തരണം. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, തഅബുദുല്ലാഹ് വലാ തുശ്രികു ബിഹി ശൈഅ വതുഖീമുസ് സ്വലാത്ത വതുഉതിസ് സകാത്ത വതസിലുർ റഹിമ. തഅബുദുല്ലാഹ്, നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. വലാ തുശ്രികു ബിഹി ശൈഅ, അല്ലാഹുവിനോട് മറ്റൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക, ശിർക്ക് ചെയ്യാതിരിക്കുക. ഇന്ന ശിർക ലദുൽമുൻ അളീം, ഈ ശിർക്ക് എന്നത് ഏറ്റവും വലിയ മഹാപാപമാണ്. അപ്പോൾ ശിർക്ക് ചെയ്യാതിരിക്കുക, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക. വതുഖീമുസ് സ്വലാത്ത, നിസ്കാരത്തെ നീ നിലനിർത്തുകയും ചെയ്യുക. വതുഉതിസ് സകാത്ത, സകാത്തിനെ നൽകുകയും ചെയ്യുക. പിന്നെ അവസാനമായി പറഞ്ഞത് വതസിലുർ റഹിമ, കുടുംബ ബന്ധത്തെ ചേർക്കുക. ബുഖാരിയിലും മുസ്ലിമിലുമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണിത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിനോട് മറ്റൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക, നിസ്കരിക്കുക, സകാത്ത് കൊടുക്കുക, ഈ പ്രധാനപ്പെട്ട ഈ ഒരു കാര്യത്തിനോടൊപ്പം തന്നെ പ്രാധാന്യത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വിഷയമാണ് വതസിലുർ റഹിമ, കുടുംബ ബന്ധത്തെ ചേർക്കുക എന്നുള്ളത്. അപ്പൊ അത്രമേൽ നിസ്കാരം പോലെ സകാത്ത് പോലെ പ്രാധാന്യമുള്ള കാര്യമാണ് തന്നെയാണ് കുടുംബ ബന്ധം ചേർക്കുക. പക്ഷെ നമ്മളിൽ പലരും നിസ്കരിക്കുന്നവർ തന്നെ, സകാത്ത് കൊടുക്കുന്നവർ തന്നെ, അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നവർ തന്നെ പലപ്പോഴും കുടുംബ ബന്ധം ചേർക്കുന്ന വിഷയത്തിൽ വളരെ പിന്നോട്ടാണ്. കുടുംബക്കാരുമായി പിണങ്ങി നിൽക്കുകയാണ്. കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യത്തെ ഉൾക്കൊള്ളാതെ കുടുംബത്തിൽപ്പെട്ട പലരോടും പിണങ്ങി നിൽക്കുന്ന അവസ്ഥകളുണ്ട്. അതുണ്ടാവരുത് നമ്മുടെ ജീവിതത്തിൽ. കുടുംബ ബന്ധത്തെ ചേർക്കാനും കുടുംബബന്ധം തകരാതെ സൂക്ഷിക്കാനും നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ എത്ര വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് കുടുംബബന്ധം ചേർക്കുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഈ ഹദീസിൽ. ഇനി 8ാമത്തെ ഹദീസാണ് വിശദീകരിക്കുന്നത്. അബൂ ദാവൂദിലുള്ള ഹദീസാണിത്. അൻ അബി മൂസ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ ഇജ്ലാലില്ലാഹി തആല ഇക്റാമ ദിശ്ശൈബത്തിൽ മുസ്ലിം, തീർച്ചയായിട്ടും പ്രായമായ മുസ്ലിമിനെയും വഹാമിലിൽ ഖുർആനി ഗൈറിൽ ഗാലി ഫീഹി വൽ ജാഫി അൻഹു, ഖുർആനിൽ അതിരുകവിയാത്ത, ആ ഖുർആനിൽ നിന്ന് അകന്നുമാറാത്ത ഖുർആൻ പണ്ഡിതനെ, അഥവാ ഖുർആൻ പഠിച്ചതനുസരിച്ച് ജീവിക്കുന്ന പണ്ഡിതനെയും, വ ഇക്റാമദിസ് സുൽത്താനിൽ മുഖ്സിത്, നീതിമാനായ ഭരണകർത്താവിനെയും ആദരിക്കുന്നത് അള്ളാഹുവിനെ ആദരിക്കുന്നതിൽപ്പെട്ടതാണ്. മിൻ ഇജ്ലാലില്ലാഹി, ഇന്ന മിൻ ഇജ്ലാലില്ലാഹി തആല, തീർച്ചയായിട്ടും അള്ളാഹുവിനെ ആദരിക്കുന്നതിൽ പെട്ടതാണ് ഇക്റാമ ദിശ്ശൈബത്തിൽ മുസ്ലിം, പ്രായമായ ഒരു മുസ്ലിമിനെ ആദരിക്കുക എന്നുള്ളത്. പ്രായമുള്ള ആളുകൾ, വയസ്സായ ആളുകൾ, അവരെ ആദരിക്കുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള ആദരവിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ വഹാമിലിൽ ഖുർആൻ, ഖുർആൻ ചുമക്കുന്നവർ, ഖുർആൻ പഠിച്ചവർ, ഖുർആൻ മനസ്സിലാക്കിയവർ, ഗൈറിൽ ഗാലി ഫീഹി, ഖുർആനിൽ അതിര് കവിയാത്ത, വൽ ജാഫി അൻഹു, ആ ഖുർആനിൽ നിന്ന് അകന്നുമാറാത്ത, അഥവാ ഖുർആൻ പഠിച്ചനുസരിച്ച് പ്രവർത്തിക്കുന്ന ആലിമീങ്ങൾ, ഖുർആൻ പഠിച്ചവര്, കേവലം ഖുർആൻ പഠിച്ചവർ മാത്രമല്ല, ആ ഖുർആൻ പഠിച്ചതനുസരിച്ച് ഖുർആൻ എന്താണോ പറഞ്ഞത് അതിനനുസരിച്ച് ജീവിതം നയിക്കുന്ന പണ്ഡിതന്മാർ.
അവരെ ആദരിക്കലും അള്ളാഹുവിനോടുള്ള ആദരവിൽപ്പെട്ടതാണ്. വഇക്റാമദി സുൽത്താനിൽ മുഖ്സിത്തി, നീതിമാനായ ഭരണാധികാരിയെ ബഹുമാനിക്കലും ആദരിക്കലും അള്ളാഹുവിനോടുള്ള ആദരവിൽപ്പെട്ടതാണ്. അപ്പോൾ അള്ളാഹുവിനെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ കേവലം നിസ്കരിക്കുക നോമ്പെടുക്കുക മാത്രമൊന്നല്ല. അള്ളാഹുവിൻ്റെ പടപ്പുകളിൽപ്പെട്ട പലതിനെയും നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട്. അള്ളാഹു ആദരിക്കാൻ പറഞ്ഞതിനെ ആദരിക്കേണ്ടതുണ്ട്. അള്ളാഹു മഹത്വം കൽപ്പിച്ചതിനെ, പവിത്രത കൽപ്പിച്ചതിനെ അർഹിക്കും വിധം ആദരിക്കാനും ബഹുമാനിക്കാനും നമുക്ക് കഴിയുമ്പോൾ മാത്രമാണ് അള്ളാഹുവിനോടുള്ള ആദരവിൽ നമ്മൾ പൂർണ്ണത പ്രാപിക്കുന്നത്. ചില ആൾ പറയും, ഞാൻ അള്ളാഹു പറഞ്ഞത് മാത്രമേ ചെയ്യൂ, അള്ളാഹുവിനോട് മാത്രമേ എനിക്കിഷ്ടമുള്ളൂ, അള്ളാഹിനോട് മാത്രമേ എനിക്ക് ആദരവുള്ളൂ, അള്ളാഹിനെ മാത്രമേ എനിക്ക് ബഹുമാനമുള്ളൂ എന്നൊക്കെ പറയും. പക്ഷെ അള്ളാഹു എന്തിനെയൊക്കെ ആദരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ അതിനൊക്കെ ആദരിക്കുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള ആദരവിൽപ്പെട്ടതാണ്. അള്ളാഹു ആദരിക്കാൻ പറഞ്ഞതിനെ ആദരിക്കാതെ അനാദരവോടുകൂടി നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹിൻ്റെ അടുത്ത് നമുക്കൊരു സ്ഥാനം ഉണ്ടാവില്ല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു ആദരിക്കാൻ പറഞ്ഞതിനെ ആദരിക്കാനും അതിനെ ഉൾക്കൊള്ളാനും അതിനെ ബഹുമാനിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇനി 8ാമത്തെ ഹദീസിനെ വിശദീകരിക്കാം. 9ാമത്തെ ഹദീസിനെ വിശദീകരിക്കാം. ഇന്ന് 7, 8 ഹദീസുകൾ വിശദീകരിച്ചു. ഇനി 9ാമത്തെ ഹദീസ് തുർമുദിലുള്ള ഹദീസാണ്. അനസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അക്റമ ശാബുൻ ശൈഖൻ ലിസിന്നിഹി ഇല്ലാ ഖയ്യദല്ലാഹു ലഹു മൻ യുക്രിമുഹു ഇൻദ സിന്നിഹി. വളരെ മനോഹരമായൊരു ഹദീസ്. മാ അക്റമ ശാബുൻ, ഒരു യുവാവും ആദരിക്കുന്നില്ല, ശൈഖൻ, ഒരു വയസ്സായ ഒരാളെയും ആദരിക്കുന്നില്ല, ലിസിന്നിഹി, അയാൾക്ക് പ്രായമായതിന് വേണ്ടി, ഇല്ലാ ഖയ്യദല്ലാഹു ലഹു, അയാൾക്ക് വേണ്ടി അള്ളാഹു നിയോഗിച്ചിട്ടല്ലാതെ ഏൽപ്പിച്ചിട്ടല്ലാതെ, മൻ യുക്രിമുഹു, അവനെ ആദരിക്കുന്ന ഒരാളെ, ഇൻദ സിന്നിഹി, അവന് പ്രായമാകുന്ന സമയത്ത്, അഥവാ വൃദ്ധനായ ഒരാളെ അയാൾക്ക് പ്രായമായതിൻ്റെ പേരിൽ ഒരു യുവാവ് ആ പ്രായമായ വ്യക്തിയെ ആദരിക്കുകയാണെങ്കിൽ ഈ യുവാവ് പ്രായമാകുന്ന സമയത്ത് ഈ യുവാവിനെ ആദരിക്കുന്ന ആളുകളെ അല്ലാഹു തആല നിശ്ചയിക്കുന്നതാണ്, നിയോഗിക്കുന്നതാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പം നമ്മൾ പ്രായമുള്ളവരെ ആദരിക്കുക. എന്നാൽ നമുക്ക് പ്രായമാകുമ്പോൾ നമ്മളെ ആദരിക്കാനുള്ള ആളുകളെ അല്ലാഹു തആല നിയോഗിക്കുന്നതാണ്. നമുക്ക് ചുറ്റും ദൈനംദിനം ഒരുപാട് പ്രായമുള്ള ആളുകൾ കടന്നു പോകുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ചെയ്തു കൊടുക്കുക. അവരെ ഏതെങ്കിലും വിധത്തിൽ സന്തോഷിപ്പിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ സന്തോഷിപ്പിക്കുക. എന്നാൽ തീർച്ചയാണ് നമുക്ക് പ്രായമാകുമ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കാനും നമ്മളെ ആദരിക്കാനും നമുക്ക് വേണ്ടത് ചെയ്തു തരാനൊക്കെ അല്ലാഹു തആല ചില ആളുകളെ തിരഞ്ഞെടുക്കുന്നതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഇത് പരലോകത്തു നിന്ന് മാത്രമല്ല നമുക്കിതിൻ്റെ പ്രതിഫലം കിട്ടുന്നത്, ദുനിയാവിൽ നിന്ന് തന്നെ ഇതിൻ്റെ പ്രതിഫലം ആസ്വദിക്കാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് തന്നെ പ്രായമുള്ള ആളുകളെ ആദരിക്കുക, ബഹുമാനിക്കുക, അവരെ സന്തോഷിപ്പിക്കുക, അവർക്ക് വേണ്ടതൊക്കെ സാധ്യമാകുന്നത് പോലെയൊക്കെ ചെയ്തു കൊടുക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.